നമ്മൾ പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ അങ്ങനെ ഒരുപാട് എലമെൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവക്കൊന്നുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് കാർബണിനുള്ളത് എന്നായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിന്തിക്കുന്നത്. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് കാണാൻ കഴിയുന്നതും കഴിയാത്തതുമായ ഒരുപാട് രൂപത്തിൽ കാർബൺ നമുക്ക് മുന്നിലുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡായിട്ടും കാർബൺ മോണോക്സൈഡായിട്ടും കാർബൺ നമുക്ക് മുന്നിലുണ്ട്. ഇനി ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിൽ വരെ നോക്കുകയാണെങ്കിൽ ഈ ഡ്രസ്സിൽ വരെ കാർബണിൻ്റെ അംശമുണ്ട്. സംശയമുണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്രസ്സ് കത്തിച്ചു നോക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്നും ചാരം ലഭിക്കുന്നുണ്ട്. ചാരം കാർബണിൻ്റെ ഒരു അംശമാണ്. നമ്മളെല്ലാവരും ഹാംഗ്രീൻ തന്മാത്രകളാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഹാംഗ്രീൻ തന്മാത്ര എന്ന് കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹാംഗ്രീൻ മോളിക്യൂൾ. അപ്പോൾ ഹാംഗ്രീൻ മോളിക്യൂളിൻ്റെ ബേസ് എന്ന് പറയുന്നത്, അടിസ്ഥാനം എന്ന് പറയുന്നത് കാർബൺ ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബയോളജിയുടെ അടിസ്ഥാനം കാർബൺ ആണ്. കാർബൺ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് കാർബണിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. കാർബണിന് 2 ഇലക്ട്രോൺ ഷെല്ലുകളാണുള്ളത്. ഒന്നാമത്തെ ഇലക്ട്രോൺ ഷെല്ലിൽ 2 ഇലക്ട്രോണും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോണുമാണ് ഉള്ളത്. 6 പ്രോട്ടോണും 6 ന്യൂട്രോണും അടങ്ങുന്ന കാർബണിന്റെ വെയിറ്റ് 12 ആണ്. ഇതര എലമെന്റുകളിൽ നിന്നും കാർബണിനെ വ്യത്യസ്തമാക്കുന്നത് എലമെന്റുകൾക്കിടയിലെ കുറച്ച് ഇളക്കം കൂടിയ ഐറ്റമാണ് കാർബൺ. ഇളക്കക്കാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാരണം കാർബണിന്റെ അടുത്ത് മറ്റൊരു എലമെന്റ് വന്നു നിന്നാൽ കാർബൺ അതുമായി ബോണ്ട് ചെയ്യാൻ നോക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വരുന്നൊരു സംശയമാണ്, എന്തിനാണ് എലമെന്റുകൾ പരസ്പരം ബോണ്ടാകുന്നത്? അവർക്ക് വെറുതെ നിന്നാൽ പോരെ, എന്തിനാണ് എലമെന്റുകൾ പരസ്പരം ബോണ്ടാകുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രകൃതിയിലെ അനേകം എലമെന്റുകൾ അൺസ്റ്റേബിൾ ആയിരിക്കും. ഇവ പരസ്പരം ബോണ്ടാകുമ്പോഴാണ് ഇവ സ്റ്റേബിൾ നിലയത്തിലേക്ക് എത്തുന്നത്. അഥവാ ചുരുക്കി പറഞ്ഞാൽ നോബിൾ ഗ്യാസിനെ പോലെ പെരുമാറാൻ വേണ്ടിയാണ് അധിക എലമെന്റുകളും പരസ്പരം ബോണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ പരസ്പരം ബോണ്ടായി എലമെന്റുകൾ മാറുന്നതിനെയാണ് നമ്മൾ ഒക്ടെറ്റ് റൂൾ എന്ന് പറയുന്നത്. അഥവാ ഒക്ടെറ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അതിന്റെ വാലൻസി മുഴുവനാക്കാനുള്ള ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒക്ടെറ്റ് എന്ന് വിളിക്കും. അഥവാ പറയുകയാണെങ്കിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2ഓ 8ഓ ഇലക്ട്രോണുകളാണ് ഉള്ളതെങ്കിൽ ആ എലമെന്റ് ഒക്ടെറ്റ് ആണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഒക്ടെറ്റ് റൂൾ എന്ന് വിളിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് ആറ്റങ്ങൾ പരസ്പരം ബോണ്ടാകുന്നത്. ഗിൽബർട്ട് ലെവിസ് എന്ന ശാസ്ത്രജ്ഞൻ എലമെന്റുകളുടെ വാലൻസി പെട്ടെന്ന് കണ്ടെത്താനുള്ള ഒരു സൂത്രമാർഗം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അഥവാ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഹൈഡ്രജൻ എടുക്കുന്നു. ഹൈഡ്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ നമ്മൾ ഹൈഡ്രജന്റെ സിമ്പലായ H എന്നിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പം നമ്മൾ Hന്റെ മുകളിൽ ഒരു ഡോട്ട് ഇടും. ഇനി നമ്മൾ അതേപോലെ ഹീലിയം എടുത്തു. ഹീലിയത്തിന്റെ സിമ്പലായ He, അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത് 2 ഇലക്ട്രോൺ ആണ്. അപ്പം നമ്മൾ ഹീലിയത്തിന്റെ മുകളിൽ 2 ഡോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ കാർബണിന്റെ കേസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കാർബണിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത് 4 ഇലക്ട്രോൺ ആണ്. അപ്പോൾ നമ്മൾ C എന്ന് എഴുതിയതിന് ശേഷം കാർബണിന് ചുറ്റും 4 ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ ലെവിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അഥവാ ഒരു എലമെന്റിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുണ്ടോ ആ ഇലക്ട്രോണിനെ നമ്മൾ ഡോട്ടുകളായിട്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അയോണിക് ബോണ്ടും കോവലന്റ് ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ബോണ്ടിങ് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എലമെന്റുകൾ പരസ്പരം കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഈ ബോണ്ടിങ്ങിന്റെ 2 രൂപങ്ങളാണ് അയോണിക് ബോണ്ടിങ്ങും കോവലന്റ് ബോണ്ടിങ്ങും. അപ്പോൾ നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്നത് കോവലന്റ് ബോണ്ടിങ് ആണ്. കോവലന്റ് ബോണ്ടിങ്ങിൽ ഒരു ആറ്റം തൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ മറ്റൊരു ആറ്റത്തിന് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, മറിച്ച് അവ രണ്ടും തമ്മിൽ ഷെയർ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അഥവാ ചുരുക്കി പറഞ്ഞാൽ ഒരു ആറ്റം അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളെ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിങ്ങനെ വെക്കും, പക്ഷെ കൊടുക്കൂല. അതുപോലെ തന്നെ അതിന് തൊട്ടപ്പുറത്തുള്ള ആറ്റം തൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ എടുത്ത് ഇന്നാ പിടിച്ചോ പറഞ്ഞ് വെക്കും, പക്ഷെ കൊടുക്കൂല. ഈ ഒരു സ്ഥിതിയായിരിക്കും നമുക്ക് കോവലന്റ് ബോണ്ടിങ്ങിൽ കാണാൻ സാധിക്കുക.
അപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത് 4 ഇലക്ട്രോൺ ആണ്. കാർബണിനെ ഇനി വാലൻസി പൂർത്തീകരിക്കാൻ 4 ഇലക്ട്രോണുകൾ കൂടി ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹൈഡ്രജൻ, ഒരു ഇലക്ട്രോൺ, ഒരു ഹൈഡ്രജൻ, ഒരു ഇലക്ട്രോൺ, ഒരു ഹൈഡ്രജൻ, ഒരു ഇലക്ട്രോൺ, ഒരു ഹൈഡ്രജൻ, ഒരു ഇലക്ട്രോൺ. അപ്പോൾ ഈ 4 ഹൈഡ്രജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഓരോ ഇലക്ട്രോണുകളും കാർബണിന് അവകാശപ്പെട്ടതാണ്. അതുപോലെ തന്നെ കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 4 ഇലക്ട്രോണുകൾ ഹൈഡ്രജനും അവകാശപ്പെട്ടതാണ്. അപ്പോൾ രണ്ടിൻ്റെയും വാലൻസി പൂർത്തീകരിക്കപ്പെട്ടു. രണ്ടും തമ്മിൽ പരസ്പരം ബോണ്ടായി. പക്ഷെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ ഇലക്ട്രോണുകളെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, മറിച്ച് ഹൈഡ്രജനും കാർബണും അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളെ പരസ്പരം ഷെയർ ചെയ്യുകയാണ്. ഇനി അയോണിക് ബോണ്ടിങ്ങിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, അയോണിക് ബോണ്ടിങ്ങിൽ ഒരു ആറ്റം തൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളെ മറ്റൊരു ആറ്റത്തിന് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഉദാഹരണത്തിനെടുത്ത് നോക്കുകയാണെങ്കിൽ NaCl, സോഡിയം ക്ലോറൈഡ് അഥവാ ഉപ്പ്. ഇവിടെ സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണും ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണുകളുമാണുള്ളത്. അപ്പോൾ ക്ലോറിന്റെ വാലൻസി പൂർത്തീകരിക്കാൻ ക്ലോറിന് ഒരു ഇലക്ട്രോണുകൾ കൂടി ആവശ്യമാണ്. അപ്പോൾ സോഡിയം അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഒരു ഇലക്ട്രോണിനെ എടുത്തുകൊണ്ട് ക്ലോറിന് കൈമാറുന്നു. അപ്പോൾ രണ്ടിൻ്റെയും വാലൻസി പൂർത്തീകരിക്കപ്പെട്ടു. ഇവിടെ നമുക്കൊരു വ്യത്യാസം കാണാൻ സാധിക്കും. ഏത് എലമെന്റ് ആണോ അതിൻ്റെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിൻ്റെ ചാർജ് പ്ലസ് ആവുകയും ഈ ട്രാൻസ്ഫർ ചെയ്ത ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ആറ്റത്തിന് മൈനസ് ചാർജ് ആയിരിക്കും ലഭിക്കുക. അപ്പോൾ ഇവിടെ സോഡിയത്തിന് പ്ലസ് ചാർജും ക്ലോറിന് മൈനസ് ചാർജുമായിരിക്കും ലഭിക്കുക. അപ്പോൾ ഇതാണ് അയോണിക് ബോണ്ടിങ്ങും കോവലന്റ് ബോണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം. കോവലന്റ് ബോണ്ടിങ്ങിൽ ഇലക്ട്രോണുകളെ പരസ്പരം 2 ആറ്റങ്ങൾ ഷെയർ ചെയ്യുകയാണ്. എന്നാൽ അയോണിക് ബോണ്ടിങ്ങിൽ 2 ആറ്റങ്ങൾ അവരുടെ ഇലക്ട്രോണുകളെ പരസ്പരം ട്രാൻസ്ഫർ ചെയ്യുകയാണ്. കോവലന്റ് ബോണ്ടിങ്ങിന് കീഴിൽ 2 ഐറ്റങ്ങൾ കൂടി വരുന്നുണ്ട്. പോളാർ കോവലന്റ് ബോണ്ടും നോൺ പോളാർ കോവലന്റ് ബോണ്ടും. നോൺ പോളാർ കോവലന്റ് ബോണ്ടിന് ഉദാഹരണം പറയുകയാണെങ്കിൽ H2. ഇവിടെ 2 ഹൈഡ്രജൻ ആണുള്ളത്. ഇവിടെ ഒരു ഹൈഡ്രജന് പ്രത്യേക സ്ഥാനം, മറ്റൊരു ഹൈഡ്രജന് പ്രത്യേക സ്ഥാനം എന്നിങ്ങനെയൊന്നുമില്ല. 2 ഹൈഡ്രജനും തുല്യ സ്ഥാനമാണ് ഈ ബോണ്ടിങ്ങിൽ ലഭിക്കുന്നത്. H2O. ഇവിടെ ഓക്സിജന്റെ നെഗറ്റീവ് ചാർജ് ഹൈഡ്രജന്റെ പോസിറ്റീവ് ചാർജിനേക്കാൾ മികച്ചു നിൽക്കുന്നു. അപ്പോൾ ഈ ബോണ്ടിങ്ങിൽ മുൻതൂക്കം ഓക്സിജൻ ആണ്. അഥവാ ഇവിടെ 2 ആറ്റങ്ങൾക്കും തുല്യ സ്ഥാനമല്ല ലഭിക്കുന്നതെന്ന് അർത്ഥം. ഇനി അവസാനമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇത്രയും വിശാലമായി ചർച്ച ചെയ്തതിനു ശേഷം എന്താണ് ഹൈഡ്രജൻ ബോണ്ടിനെ ഇത്രമാത്രം സ്പെസിഫൈ ചെയ്ത് പറയാനുള്ളതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഹൈഡ്രജൻ ബോണ്ട് മറ്റു ബോണ്ടുകളിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹൈഡ്രജന് അല്പം ഫോഴ്സ് കുറവായതിനാലും ഓക്സിജന് നെഗറ്റീവ് ഫോഴ്സ് അല്പം കൂടിയതിനാലും ഇവിടെ വളരെ ശക്തമായ പോരാട്ടമാണ് ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ഈ ബോണ്ടിങ്ങിൽ നടക്കുന്നത്. അതിനാൽ തന്നെ മറ്റു ബോണ്ടിങ്ങിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് വളരെ സുദൃഢമായ ഒരു ബോണ്ടിങ് ആണ് H2O എന്ന മോളിക്യൂളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് മറ്റു ബോണ്ടിങ്ങിൽ നിന്നും ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ വ്യത്യസ്തമാക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിശാലമായ ചർച്ച നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരുന്നതാണ്. അതിനാൽ നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നെടുത്ത ക്ലാസ്സിന്റെ മുഴുവൻ ചുരുക്കം നമ്മൾ സ്ലൈഡ് ആയിക്കൊണ്ട് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഈ ഒരു സ്ലൈഡിൽ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇത് യൂട്യൂബാണ്, നിങ്ങൾക്ക് വീഡിയോ റീവൈൻഡ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വിഷയവുമായി പുതിയ സയൻസ് ക്ലാസ്സിൽ കാണാം.